അങ്ങനെ ഞങ്ങൾ പിറവത്തുനിന്ന് പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ഒക്കെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു അരമണിക്കൂർ യാത്ര ചെയ്തോളൂ ഇല്ല ചേ അരമണിക്കൂർ കൊണ്ട് വന്നില്ലേ ഇവിടെ അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരുവാങ്കുളം വന്നു കേട്ടോ. തിരുവാങ്കുളം ജംഗ്ഷനിൽ ഇവിടെ ഭയങ്കര എപ്പോൾ നോക്കിയാലും തിരക്കാണ്. ബ്ലോക്ക് കിട്ടുന്ന സ്ഥലമാണ് ഇത് ഏത് നേരവും. എന്നാ ഒരു ബ്ലോക്കാണ് ഇത്. ശ്വാസം അടക്കി പിടിച്ചിവിടെ ഇരിക്കണം. വണ്ടി 4 വശത്തുനിന്നല്ല 16 വശത്തുനിന്നും കൂടിയാണ് വണ്ടി വരുന്നത്. എൻ്റെ പൊന്നോ എന്തൊരു തിരക്കാന്ന് നോക്കാം. ഇവിടുന്ന് ഞാൻ ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്ന എറണാകുളം. പുറകോട്ട് പോയാൽ ചോറ്റാനിക്കര. നമ്മൾ ചോറ്റാനിക്കര കൂടാതെ മുളന്തുരുത്തി ചോറ്റാനിക്കര കൂടാതെയാണ് തിരുവാങ്കുളത്ത് എത്തിയത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയാൻ തൃപ്പൂണിത്തറയാണ്. ഹിൽ പാലസ് ഇരിക്കുന്ന സ്ഥലം തൃപ്പൂണിത്തറ. അവിടെ നിന്ന് കയറാൻ സമയമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെയെങ്കിലും ഒന്ന് കയറി കണ്ടായിരുന്നു. ഹിൽ പാലസ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തേക്കുന്ന ഒരു പാലസാണ്. അപ്പം ഈ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഹിൽ പാലസ്, തൃപ്പൂണിത്തറ ഹിൽ പാലസ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കയറാൻ സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് കയറുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഈ റൂട്ടിൽ വരുമ്പോൾ ഞങ്ങളൊന്ന് കയറി കാണും എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട കുറച്ച് 5-10 പേര് കുറഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങൾ വെറും 3 പേര് കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് അടുത്ത വരവിന് ഞങ്ങൾ ഹിൽ പാലസ് കാണുന്നതായിരിക്കും. നിങ്ങളെ അതോടൊപ്പം കാണിക്കുന്നതായിരിക്കും കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ് തിരക്ക്. ഭയങ്കര ചൂട്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇവിടെ ഏത് സമയത്ത് വന്നാലും ചൂടാട്ടോ. മഴക്കാലത്ത് വന്നാലും ഇവിടെ നമ്മളെപ്പോലെയുള്ളവർ ഹൈ റേഞ്ചിൽ നിന്ന് വരുന്നവർക്ക് ചൂടനുഭവപ്പെടും. ഇവർക്ക് അവിടെ വരുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര ചൂടനുഭവപ്പെടുക. നല്ല ചൂടാണ്. വണ്ടിക്കകത്തിരിക്കാൻ പോലും പറ്റാത്ത അത്രയും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റോഡിൽ നല്ല തിരക്കും ഉണ്ട്. കരിങ്ങാച്ചറയാണ് ഇതാണ് ഹിൽ പാലസിൻ്റെ രാജകൊട്ടാരം ഇരിക്കുന്ന ഭൂമി. ഇതുണ്ടോ മതിൽ കെട്ടിപ്പോയിരുന്നതാണ്. ഫ്രണ്ട് ഗേറ്റ് വരെ മതിൽ കെട്ടിയിട്ടുണ്ട് ഈ വശം. ബാക്കി 3 വശം എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. റോഡിൽ നിന്നുള്ള വശങ്ങളാണ് ഇവിടെ. അപ്പം ഞങ്ങൾ വന്ന് തൃപ്പൂണിത്തറയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുമ്പനത്തോടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയി പല്ലാർപാടം പള്ളി വരച്ചിട്ട് ഹോസ്പിറ്റൽ പാലം കടന്ന് പല്ലാർപാടം പള്ളിയിൽ ചെന്ന് പള്ളിയിലെ നേർച്ചയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ ഒന്ന് കടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ആദ്യമേ നമ്മൾ പള്ളി ഉദ്ദേശിച്ചല്ലേ പോയത്. അതുകൊണ്ട് പള്ളിയിൽ പോയി നേർച്ചയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പുറത്തേക്ക് എവിടെയെങ്കിലും ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കറങ്ങാൻ ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇതൊക്കെ എറണാകുളത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എറണാകുളം കൊച്ചിൻ. ദൂരേന്നൊക്കെ പറയുമ്പോൾ കൊച്ചി എന്ന് പറയും. ഇവിടെ ഉള്ളവർ എറണാകുളം എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ സ്ഥലങ്ങളുടെ പേരൊക്കെ പറയും. അകലെ ഇരുന്ന് പറയുന്നവർ കൊച്ചി എന്ന് പറയും. എറണാകുളം ജില്ല കൊച്ചി എന്ന് പറയും. ഭയങ്കര തിരക്കാണ്. തിരക്കിനകത്തൊക്കെ പെട്ട് കിടക്കുമ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്യും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വണ്ടി ഓടാൻ തോന്നുമ്പോഴാണ് പിന്നെ പിടിക്കുന്നത്. ഈ മൂടിക്കര പോകുന്നുണ്ട്. ഞങ്ങൾ അരീക്കര പോകുന്നത്. ഇത് മെട്രോയുടെ അരീക്കരയാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ അധികം കാഴ്ചകളൊന്നുമില്ല. സിറ്റിയിലുള്ള കാഴ്ചകളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ മെട്രോയുടെ അരീക്കരയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സിറ്റി എറണാകുളം സിറ്റിയൊക്കെ ഒന്ന് മെട്രോ സിറ്റി ഒന്ന് കാണിക്കാം. ഞങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരെ കേട്ടോ. അയ്യോ ബ്ലോക്കായി, ഭയങ്കര ബ്ലോക്ക്. SN ജംഗ്ഷൻ എറണാകുളം.
ബ്ലോക്കിൽ പോയിട്ട് കിടക്കുവാണേ, അതുകൊണ്ട് കട്ടാക്കുന്നു. ഇപ്പം കൂട്ടുകാരെ ഞങ്ങൾ വന്ന് എറണാകുളത്ത് വല്ലാർപാടത്തിൽ വന്നു കേട്ടോ. വല്ലാർപാടത്ത് ഇത് കണ്ടോ, വല്ലാർപാടം പള്ളി. അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി. ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറി പോവുകയാണേ. അപ്പം ഞാനിതിൻ്റെ ചുറ്റും പുറമൊക്കെ ഒന്ന് കാണിച്ചു തരാവേ കേട്ടോ. ഇനി ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പം പാട്ടിന് കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ അവിടെ ഇറങ്ങി ചെന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേ ഞങ്ങൾ പള്ളിക്കകത്തേക്ക് പോവുക കേട്ടോ, കയറി. അപ്പം എല്ലാവരും കണ്ടോ, വല്ലാർപാടം പള്ളി കണ്ടോ. ഇവിടെ വന്ന് കാണാൻ സാധിക്കാത്തവർക്ക് അത്യാവശ്യം എന്നെ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ പോയി എനിക്ക് ഇവിടുത്തെ നേർച്ച വല്ലാർപാടത്ത് വന്ന് മുറ്റമടിച്ചേക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. അത് കഴിക്കാനായിട്ടാണ് വന്നതേ. അപ്പം എൻ്റെ കൂടെ വന്നവരതേ പോകുന്നത് കൂട്ടുകാരെ. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഈസ്റ്റർ അടുത്ത് വരുമ്പോഴത്തേനും ദുഃഖവെള്ളി, പെസഹ, വ്യാഴാഴ്ച, ഈസ്റ്ററൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇടവകക്കാരും അതുപോലെ തീർത്ഥാടകരും അങ്ങനെയൊക്കെ വന്ന് തിരക്കായിരിക്കും. ഇന്ന് ഒട്ടും തിരക്കില്ല. നല്ല സുഖമായിട്ട് വന്ന് കണ്ടേച്ച് പോകാൻ പറ്റി. അല്ല, പോകാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പോയില്ല, കയറി വരുന്നേ ഉള്ളൂ. അത് കണ്ടോ, ദൈവങ്ങളുടെ ഓരോരോ സംഭവങ്ങളാട്ടോ. എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നു, അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളാണ്. യേശു ക്രിസ്തുവിനെ പിടിച്ച് മുൾമുടി ധരിപ്പിച്ച് കുരിശും ചുമപ്പിച്ച് ഗാഗുൽത്തായിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ആണ് ഇതൊക്കെ കാണുന്നുണ്ടോ. ഇനി ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇനിയുള്ള കാര്യങ്ങൾ പള്ളിക്കകത്ത് കയറിയിട്ട് ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം. വെള്ളം കളയാതെ നല്ല കുടിക്കാൻ പറ്റിയ വെള്ളം കേട്ടോ. ഇവിടെ താഴെ ആ പൈപ്പ് തുറക്കുമ്പോൾ മാതാവിൻ്റെ കയ്യിൽ നിന്നാണ് വെള്ളം വരുന്നത്. വല്ലാർപാടം പള്ളിയുടെ പുറകുവശത്തൊരു പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിക്കകത്ത് കയറിയപ്പം ആരും തന്നെ ഇല്ലായിരുന്നു, തിക്കും തിരക്കൊന്നുമില്ല. അപ്പം ഞാനൊരു വീഡിയോ എടുത്തതാണ് ഇത് കണ്ടോ. തിരക്കൊഴിഞ്ഞ സമയമായിരുന്നു കേട്ടോ. അത് കാരണം ഇവിടെ ഫോട്ടോ എടുക്കരുത് എന്നൊന്നും എഴുതി വെച്ചാൽ കണ്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4 വശത്തേക്ക് നോക്കി ആരെങ്കിലുമൊക്കെ ഓടി വന്ന് വഴക്ക് പറയുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. വഴക്ക് പറഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്തെടുത്ത് വെക്കും. അപ്പം ഞങ്ങൾ ഇവിടെയെങ്കിലും ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒന്നുകൂടെ ഇനി മറ്റേ പള്ളിയുടെ ആകവും കൂടെ ഒന്ന് വീഡിയോ എടുക്കണം, പറ്റിയില്ല. അകത്ത് കയറി പ്രാർത്ഥിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അധികം ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇതെപ്പോഴും എപ്പോഴും വരാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. വല്ലപ്പോഴും ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഇങ്ങനെ ഒക്കെ വല്ലപ്പോഴും ഒന്ന് വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു, മനസ്സിനൊരു സന്തോഷം, എന്തെന്ന് അറിയാത്ത ഒരു ആനന്ദം ഉണ്ട് കേട്ടോ. ഈ പള്ളിയിലൊക്കെ വന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടണേ എന്ന് പറഞ്ഞ്. കാരണം പല പല ബുദ്ധിമുട്ടുകളാൽ, കൂടുതലായിട്ട് കടബാധ്യത അങ്ങനെയുള്ളൊരു പ്രശ്നത്താൽ വലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമുക്ക് കടങ്ങളിൽ നിന്നൊന്ന് മോചനം കിട്ടണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കടബാധ്യതയിൽ നിന്ന് ഒഴിവായില്ലെങ്കിൽ ഒരിക്കലും മനസ്സമാധാനമോ മനസ്സുഖമോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കടങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ബാധ്യത ഒഴിവാക്കി തരണേ എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥന ഇവിടെ ഒന്ന് ശാന്തമായി സമാധാനമായിട്ടും ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി കേട്ടോ, ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ ഞങ്ങൾ വല്ലാർപാടത്തുള്ള പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഗോസറി പാലം കടന്ന് ഇക്കരെ കയറി കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്നാ പക്ഷേ വണ്ടി നിർത്തുന്നേ?
ഇപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഗോശ്രീ പാലം കടന്നിക്കടെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ആലുവ കൂടിയാണ് തിരിച്ചു പോകുന്നത്. ഇത് ആലുവയിലേക്കുള്ള വഴിയാണ്. സ്ഥലത്തില്ലെങ്കിലും ഫോൺ വിളിച്ച് വിവരം പറയാലോ. ആൾ വിളിച്ചില്ലെന്ന് തോന്നണം. ഞാൻ അതെന്നാ വണ്ടിയാ? കണ്ടെയ്നർ അഴിച്ചു വിട്ടിച്ചാണല്ലോ പോകുന്നത്. ആണ്ടെ അത് തെറിപ്പിച്ച് കളഞ്ഞിച്ച് പോയി. എല്ലാം പെടന്ന് കിടക്കുക റോഡിൽ കേട്ടോ, എല്ലാം പെടന്ന് കിടക്കുക. വണ്ടിക്കാർ മറിച്ചിടുന്നതാണോ അതേ വണ്ടിയുടെ കാറ്റടിച്ച് തെറിച്ച് പോകുന്നതാണോ എന്ന് അറിയത്തില്ലല്ലോ. ഉണ്ടോ? ഇതെന്നതാ സാധനത്തിൻ്റെ പേര് ഈ വഴി ഇരിക്കുന്നതിൻ്റെ? അത് കായലില്ലേ കണ്ടേ, ഉള്ളിലേക്ക് കയറി കിടക്കണേ. കണ്ടൽക്കാടുകളും കായലും. കണ്ടൽക്കാടുകളല്ലേ അത്? കാണത്തില്ല ഇങ്ങനെ നോക്കിയാൽ. ഇവിടെയൊന്നും ജനവാസം ഇല്ലല്ലോ, വണ്ടികൾ മാത്രം. അക്കരെ വീടുകളുണ്ട്, ഇക്കരെ വീടും ഇല്ല. വഴിയെല്ലാം വിജനമായിട്ട് കിടക്കുക. ഇവിടെ എങ്ങനെയാണ് അന്ന് ഒരു ഞായറാഴ്ചയാണ് അവരുടെ കല്യാണം. ശനിയാഴ്ച വൈകിട്ട് പോയാൽ മതി. തിങ്കളാഴ്ച അല്ല, എൻ്റെ പൈസ മുടക്കിയിട്ട് പോക്ക് നടക്കുകയല്ലേ. മുളകുകാട് നോർത്ത്. അതേ കായൽ മീൻ പിടിക്കുന്ന മുളകുകാടൊക്കെ ഇവിടെയാണോ? ഇത് തന്നെയാണോ വച്ചാൽ അങ്ങോട്ടുള്ള വഴി? ആണോ? മട്ടത്തുരുത്തുകളും കായലും. ഇവിടെയൊക്കെ ചെമ്മീൻ കെട്ടല്ലേ, ചെമ്മീൻ. ശരിയാടി, നല്ലൊരു വൈബ്. ഇവിടെ കയറാം. ശരി, ഓക്കെ. അതെ, ഇവിടെ ഒരു ഹോട്ടൽ കണ്ടു ഞങ്ങൾ. ഇതുണ്ട്, നല്ലൊരു വൈബാണ് ഇവിടെ. ഇവിടെ കയറി കായലിന്. പക്ഷേ ഒരു മണോ കുടുംബ മണമൊക്കെ ഉണ്ടോയെന്നറിയില്ല. എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ആകുമ്പോൾ വണ്ടി ഇടാനും സ്ഥലമുണ്ട്. നല്ല രസമല്ലേ? അപ്പം ഞങ്ങൾ ഈ ഹോട്ടലിൽ കയറി എന്തെങ്കിലും ആഹാരം കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ചോറില്ല കേട്ടോ, സാദാ ചോറ്. നമുക്ക് ഉച്ചയ്ക്ക് സാദാ ചോറ് തന്നെ നിർബന്ധമാണ്. ഫ്രൈഡ് റൈസോ ഗീ റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ച് പോകുന്നു. നല്ല രസമായിരുന്നു അവിടെ കയറി. അതിനകത്തിരുന്നെങ്കിൽ കായലിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കാറുണ്ട്. പക്ഷേ ഭക്ഷണം നമ്മൾ ആഗ്രഹിച്ച അല്ല, നമുക്ക് താല്പര്യമുള്ള ഭക്ഷണം അവിടെ ഇല്ലാതെ വന്നു കേട്ടോ. എല്ലാ ഐറ്റവും ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേണ്ടാന്ന് വെച്ച് തിരിച്ചു കയറി പോകും. ഇനി അടുത്ത ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നോക്കി പോകാം. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇത് എന്നാ പോലും കാര്യം. ഈ പറഞ്ഞാൽ ഈ വഴിക്ക് തിരക്കൊന്നും ഇല്ലല്ലോ ഇപ്പം, അല്ലേ? പക്ഷെ ആ വഴിക്ക് തിരക്ക് കുറഞ്ഞു പറയണം. കിലോമീറ്റർ കുറവ്. 7 അല്ലെങ്കിൽ 7:30 അല്ലെങ്കിൽ 8, അതിൽ കൂടുതൽ ആകൂല. ഏഴരയ്ക്ക് എണ്ണമെന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമുക്ക് മറൈൻ ഡ്രൈവിലൊന്ന് പോയിട്ട് പോകാമെന്ന്. ആലുവയ്ക്ക് നേരെ പാതാളം ഇടത്തോട്ട്. പാതാളം ഒരു സ്ഥലപ്പേര്.
ഇടത്തോട്ട് പാതാളം, അപ്പോൾ വലത്തോട്ട് സ്വർഗം. പാതാളം ആലുവയിലുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ പെണ്ണ് കളമശ്ശേരി പഠിക്കുന്ന കാലത്ത് അവർക്ക് 2 കൂട്ടുകാരികൾ വീട് എവിടെയാന്ന് ചോദിച്ചപ്പോൾ അവർ പാതാളം എന്ന് പറഞ്ഞു. എനിക്ക് തിരി വന്നു. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചല്ലേ. കുറച്ചും കൂടെ പോകണം, അറിയായിട്ടില്ല ഇതുവരെ. നല്ല തിരക്കുള്ള വഴിയാട്ടോ. കണ്ടില്ലേ, മലങ്ങും മുമ്പേ കയറി മറ്റുള്ളവരുടെ കൊണ്ട് ശല്യം ചെയ്താണ് ബൈക്കുകാരെല്ലാം പോകുന്നത്. അത് മെട്രോ ട്രെയിൻ പോയതാണ് ആ കണ്ടത് അല്ലേ. ആലുവ ശിവക്ഷേത്രം, ആലുവ മണപ്പുറത്തല്ലേ ശിവക്ഷേത്രം. ആലുവയിലെത്തി. ഇതാണ് ആലുവ കേട്ടോ. മെട്രോ ഇവിടം വരെയാണ്. അവിടെ കൊണ്ട് വിൽക്കുമായിരിക്കും അല്ലേ. അവിടുന്ന് ഉണ്ടോ? അവിടുന്ന് പോകുമോ? ടൗണിനുള്ളിൽ തന്നെയാണ് മെട്രോ ട്രെയിൻ.